ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിസേർട്ടിന്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. ഒരിക്കലും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം തന്നെ 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ വക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പൊ എടുത്തിട്ടുള്ള ഈ ഒരു ബ്രെഡിന്റെ കണക്കനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും എടുക്കുന്നത്. ഇനി ഈ ബ്രെഡെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഇനി ഇതിന്റെ നടുഭാഗത്തായിട്ട് കുറച്ച് പഞ്ചസാരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഫില്ലിങ്സ് ഇതിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കിയത് ഇതുപോലെ അറ്റത്ത് 2 സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഇപ്പൊ ഇതാ ഒരെണ്ണം റെഡിയായി. ഇതേപോലെ തന്നെ അടുത്ത ഒരു ബ്രെഡും കൂടെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. പരത്തിയതിനു ശേഷം അതിന്റെ നടുഭാഗത്തായിട്ട് തേങ്ങയിൽ പഞ്ചസാര ഇട്ടിട്ടുള്ള ആ ഒരു മിക്സ് നമ്മൾ ഇതുപോലെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ രണ്ടറ്റത്തും മൈദ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം റോൾ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു. എന്നിട്ട് ഇതുപോലെ കുറച്ച് ബട്ടർ ഉരുക്കി ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഓരോന്നോരോന്നായി വെച്ചു കൊടുത്തു. ഇനി നെയ്യിൽ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതിലാണ് കൂടുതൽ ടേസ്റ്റ്. നെയ്യ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബട്ടറിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പൊ ഞാനിവിടെ തിരിച്ചു മറിച്ചുമിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം അതെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1.5 കവർ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാലിലേക്ക് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല മധുരം ഉള്ളതാണ് കൂടുതൽ നല്ലത്. ഡിസേർട്ട് ആവുമ്പോൾ എല്ലാവർക്കും അതായിരിക്കും ഇഷ്ടം. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ചു വരുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് 1.5 സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാലെടുത്തിട്ട് അതിന്റെ പകുതി ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി കൂടി ഒഴിച്ചു കൊടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നല്ല പോലെ ഇളക്കിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആ ഒരു പാല് തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അതിലേക്ക് ഇനി ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. മധുരത്തിന്റെ ബാലൻസ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇനി തിളച്ചു വരുന്ന പാലിലേക്ക് ഈ ഒരു കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് വറ്റിച്ചതിന് ശേഷം അതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്കായിട്ട് ഈ ഒരു കസ്റ്റേർഡ് പാൽ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഈ ഒരു ബ്രെഡ് വെച്ച് കൊടുക്കുക. വീണ്ടും അതിന് മുകളിലേക്കായിട്ട് മിക്സ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യണം. അങ്ങനെ ഇതുപോലെ മുഴുവനായിട്ടും വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിന് മുകളിലേക്കായിട്ട് ഇതിന്റെ കൂടെ കടിക്കാനായിട്ടും കാണാനൊരു ഭംഗിക്കും വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, അതുപോലെ കുറച്ച് ഉണക്കമുന്തിരിയൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ ഇതിന്റെ കൂടെ കടിക്കാനായിട്ട് കിട്ടുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതാ നല്ല സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിസേർട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.